ചേട്ടാ എവിടെ നിന്ന് വന്നാ? ഞാൻ തിരുവല്ല വന്നത്. പി എസ് ഒന്ന് കാണുക. ബി എസിനെ കാണണം, കണ്ടിട്ടേ പോകുള്ളൂ. എത്ര വൈകിയാലും കണ്ടിട്ടേ പോകുള്ളൂ. എത്ര വൈകിയാലും പി എസിനെ കണ്ടിട്ടേ പോകുള്ളൂ. പി എസുമായിട്ട് ഒരു വലിയ സ്നേഹബന്ധം ആത്മാ. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ പല കാര്യത്തിലും വന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഈ സ്ട്രോങ് മൈൻഡും പുള്ളിയുടെ എളിമയും വളരെ നല്ല മനസ്സുള്ളതാണ്. അനുഭവങ്ങളിൽ നിന്നാണ് പുള്ളി തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. അനുഭവങ്ങളില്ലെങ്കിൽ അത്രയും തീരുമാനത്തിന് എപ്പോഴും ശരിയായിരുന്നു. പി എസിനെ കാണുക എന്നുള്ളത്. അതെ, എത്ര വൈകിയാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അപ്പോ ഇതാ ഇവിടെ മഴ പെയ്തിരുന്നു. അനുജ, ആ മഴയത്തൊക്കെ ഇവിടെ നിൽക്കായിരുന്നു. വി എസിനെ കാണുക അല്ലേ? മലപ്പുറത്താണ്. പെരിന്തൽമണ്ണ. എപ്പോഴാണ് ഇറങ്ങി അവിടെ നിന്ന്? രാത്രി നൈറ്റ് ഇറങ്ങി. ഓക്കെ, അപ്പൊ കാണാം. അപ്പോ മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ നൂറ് കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വി എസിന്റെ വിയോഗം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അനുജ, അവരിപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ അക്ഷമരായി ഇങ്ങനെ നിൽക്കുന്നു. വി എസിനെ നോക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ AKG സെന്ററിൽ വി എസിനെ കണ്ടവർ, ഇന്നലെ വി എസിന്റെ മകന്റെ വീട്ടിൽ പോയി വി എസിനെ കണ്ടവരെയൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി വി എസ് എന്ന് പറയുന്ന ആ യുഗപ്രഭാവമുള്ള ആ മനുഷ്യനെ ഇനിയിപ്പോൾ ഭൗതികമായി കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് എത്ര തവണ കാണാൻ കഴിയുന്നു അത്രയും നല്ലത് എന്ന അർത്ഥത്തിൽ പോകാവുന്നിടത്തൊക്കെ അവർ വരുന്നു. ഇവർ വിലാപയാത്രയ്ക്കൊപ്പം ആലപ്പുഴയിലേക്കും വലിയ ചൂടുകാട് വരെ വി എസിനെ അനുഗമിക്കും എന്ന് പറയുന്ന ഒരുപാട് പ്രവർത്തകർ, ഒരുപക്ഷെ വി എസിന് നേതാവിന് അണികൾ എന്നതിനപ്പുറം ആരാധകർ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. അനുജ, എവിടുന്ന് വരികയാണ്? കണ്ണൂർ. എപ്പോ ഇറങ്ങി? ഇന്നലെ വന്നായിരുന്നു. വി എസിനെ ഒന്ന് കാണാം. ഇല്ല, അൺഎക്സ്പെക്ടഡ് എത്തിയപ്പോഴും അറിഞ്ഞതാണ്. വി എസിനെ കാണാന്നുള്ളതാണ്. കാണാൻ ഉദ്യോഗസ്ഥനാണ്. എവിടുന്ന? തിരുവനന്തപുരത്തുകാരനാ. അതെ. AKG സെന്ററിൽ പോയിരുന്നു. ഇന്നലെ പോയിട്ട് കണ്ടു. കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പൊ അങ്ങനെ വി എസ് നയനിലപാടുകളോട്, വി എസിന്റെ ശരികളോട്, വി എസ് എടുത്ത വി എസ് പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി വീണ് കിടക്കുന്നവർക്ക് വേണ്ടി കൂലി ചോദിച്ചതിന് അടികൊണ്ട തൊഴിലാളിക്ക് വേണ്ടി മുതലാളിയെ കയ്യോങ്ങാൻ കാണിച്ച ധൈര്യത്തിന് അങ്ങനെ ഓരോരുത്തരും വി എസിനെ ഇഷ്ടപ്പെടുന്നതിന് ഓരോരോ കാരണങ്ങൾ എന്തായാലും ഉണ്ട്. വി എസ് എന്ന് പറയുന്ന വലിയ നേതാവ് ഇനി ഭൗതികമായി കേരളത്തിലില്ല എന്ന തിരിച്ചറിവ് ഉറപ്പായും കേരളത്തിന് വന്നു തുടങ്ങുന്നു. ആ തിരിച്ചറിവ് അത്ര സുഖകരമായ തിരിച്ചറിവ് അല്ലാതെ വേദനാജനകമായ തിരിച്ചറിവാണ്. വി എസിന് തുല്യം അനുജ ഉറപ്പായി നോക്കിയാൽ വി എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രീതിയിൽ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ വി എസിനെ ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചത് വി എസിന് അനുഭവ പരിചയങ്ങളായിരുന്നു. ആ അനുഭവങ്ങൾ തുടങ്ങുന്നത് നന്നേ ചെറുപ്പത്തിലെ, നന്നേ ബാല്യത്തിലെ തന്നെ തുടങ്ങുന്ന ജീവിതാനുഭവങ്ങളാണ്. ജീവിതാനുഭവങ്ങളുടെ കരുത്തുണ്ട്. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്ന വി എസ്, 11-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെടുന്ന വി എസ്, 7-ാം വയസ്സിൽ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുന്ന വി എസ്, ഏറെ ചെറുപ്പത്തിൽ ആസ്പിൻവാളിൽ ജോലിക്ക് കയറേണ്ടി വരുന്ന വി എസ്, അവിടെ കാണുന്ന തൊഴിലാളികളുടെ വേദന കാണുന്ന വി എസ്, അങ്ങനെ പി കൃഷ്ണപിള്ള കാണുന്ന വി എസ് കാണുന്ന പി കൃഷ്ണപിള്ള, വി എസ് എന്ന യുവാവിൽ ചെറുപ്പക്കാരനിൽ കാണുന്ന 17-16 വയസ്സിലുള്ള ഒരു ചെറുപ്പക്കാരനിൽ കാണുന്ന ഒരു തീ, ഒരു അഗ്നി, അത് പി കൃഷ്ണപിള്ള തിരിച്ചറിയുന്നത്. അങ്ങനെ അതിനുശേഷം വി എസിന് പിന്നെ കേരളത്തിന്റെ സജീവ രാഷ്ട്രീയത്തിന്, CPM അഗ്നിപഥങ്ങളിലൂടെ കേരളത്തിന്റെ സജീവ രാഷ്ട്രീയത്തിൽ നടന്നു കയറി വി എസിനെ ഒക്കെ കേരളത്തിന് തുറന്ന പുസ്തകം പോലെ നന്നായി അറിയാം. ആ സ്നേഹം കലവറയില്ലാതെ പ്രകടിപ്പിക്കുന്നു. ഇങ്ങോട്ടേക്ക് നൂറുകണക്കിനായി ഒഴിവെത്തുന്ന അദ്ദേഹത്തിന്റെ അനുഭവം. അതെല്ലാവരും ഒരുപക്ഷെ CPM പ്രവർത്തകരാണെന്നില്ല അനുജ. വി എസിന്റേതായ മാത്രമുള്ള ഒരു ഫാൻ ബേസ്, ഒരു കോർ ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ ഒരു ആരാധക വൃന്ദമുള്ള ഒരു നേതാവാണ്. അത് എത്രത്തോളം നേതാക്കൾക്ക് ആ ഒരു സ്നേഹം, ആ ഒരു ഹൃദയവായ്പ കിട്ടുമെന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കണ്ടതുപോലെ ഒരുപാട് പേർ കരഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വൈകാരികമായി, കേവലം മരിച്ച നേതാവിനെ കാണാൻ വരുന്ന യാന്ത്രികതയ്ക്കപ്പുറം വളരെ വൈകാരികമായി ഒരുപടി അശ്രപുഷ്പങ്ങൾ അർപ്പിക്കുന്ന, ഒരു രക്തപുഷ്പം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ദർബാർ ഹാളിൽ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വി എസിന്റെ സന്ദർശക സുരേഷിനെ അടക്കമുള്ളത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ മരണവുമായി മല്ലിടുന്ന സമയത്ത് പോലും വി എസ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചവർ ഒരുപാട് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സന്ദർശകരായിരുന്നു സുരേഷ് മാത്രമല്ല, വി എസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ഒരു ശരിപക്ഷം എപ്പോഴും പറയാം. അനുജ, നമ്മൾ ഓർത്തു നോക്കൂ, നമ്മൾ ഈ കാലയളവിൽ വാർത്താമുറികളിൽ എല്ലാ വിവാദകാലത്തും, ഓരോ വിവാദകാലത്തും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു വിവാദകാലവുമില്ല എന്ന് ഉറപ്പായും പറയാം. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ലോ, വി എസ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു കനത്ത ഒരു നേരിന്റെ ശബ്ദം ഉയരുമായിരുന്നല്ലോ എന്ന് നിരാശാപൂർവ്വം ഒരുപക്ഷെ വി എസിന്റെ ശബ്ദമുണ്ടായിരുന്നെങ്കിൽ പി എസ് ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തോളം, ഒരുപക്ഷെ 5-6 വർഷക്കാലത്തോളം നിശബ്ദനായിരുന്നു വി എസ്. അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം 5-6 വർഷക്കാലത്ത് ഏതെങ്കിലും സമയത്ത് വി എസ് ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോയിട്ടേ ഇല്ല. എല്ലാ സമരകാലത്തും, എല്ലാ വ്യവഹാരകാലത്തും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായി. നമ്മുടെയൊക്കെ ഉള്ളിൽ മാത്രമല്ല, സാധാരണക്കാരുടെയും ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളുടെയും ഒക്കെ ഉള്ളിലുണ്ടായി. തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന, തങ്ങളുടെ കോസിന് വേണ്ടി ആഞ്ഞുറച്ചു നിന്നിരുന്ന
ഒരു ശബ്ദം ഇല്ലാതായി പോകുന്നു, ഇത് ഇല്ലാതായി പോകുന്നല്ലോ എന്നുള്ള വേദന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ആ വേദന അതിന്റെ പരമാവധിയിലേക്ക് എത്തിയിരിക്കുന്നു. അനുജ, ഇപ്പോൾ ആ വേദനയിൽ അദ്ദേഹത്തെ കാണാൻ എത്തുന്നവരുണ്ട്. ഇവിടെ ദർബാർ ഹാളിന്റെ 2 സൈഡിൽ 2 വാതിലുകൾ കൂടിയാണ് ഈ ക്യൂ ഇങ്ങനെ VS നെ കാണാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ക്യൂ 2 സൈഡിലും ഏറെ നീളമുള്ള ക്യൂ രൂപപ്പെട്ടിട്ട് നമ്മൾ നേരത്തെ കണ്ടത് അങ്ങേ സൈഡിലുള്ള ക്യൂ ആണെങ്കിൽ ഇങ്ങേ സൈഡിൽ അത് ഒരു ക്യൂ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പല ക്യൂകൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പല കാലയളവിലെ പല ജനപ്രവാഹമാണ് ദർബാർ ഹാളിലേക്ക് വിപ്ലവാഭിവാദ്യം നേരാൻ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് യാത്രാമൊഴി ചൊല്ലാനൊക്കെ എത്തിയിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളാണ്.